രാഷ്ട്രീയക്കാരെക്കാളും സ്വാധീനമുള്ള ഒരു വർഗ്ഗമാണ് ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത്. അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലെന്നേ. അവനക്കിപ്പോ ഞാനിപ്പോ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ, എന്റെ DNA ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ലൈവ് പരിപാടിയിൽ വന്നൊന്ന് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല, എവിടെയും ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊന്നും പഠിച്ചിട്ടില്ല. ഈ DNA രാഷ്ട്രീയത്തെ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇത് ഒരുപാട് കാലം ഇതേ ലൈഫ് സ്റ്റൈൽ ജീവിച്ചു വന്നിരുന്ന ആൾക്കാർക്ക് പേരെന്താ അറിയാ? ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല അല്ലേ, നീ തമ്പുരാനുമല്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി അത് ഒരുപാട് പേരെ അസ്വസ്ഥപ്പെടുത്തിയതാണ്. അത് ഇനിയും പല വേദികളിൽ പാടാനുള്ളതല്ലേ, അപ്പൊ ഇത് അതിലൊരു വേദി. ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. പല ആശയങ്ങളും, ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത്, പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ളത്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ. സോറിയാണ്, തൃശ്ശൂർക്ക് ഒരു തെറ്റ് പറ്റി. അത് കേൾക്കുന്ന സമയത്തൊക്കെ എന്താ തോന്നുക വേടനെ സംബന്ധിച്ച്? ഇങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുള്ളൂ. നമുക്ക് സഹതാപമാണെന്നേ തോന്നുക. എനിക്ക് ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരവസ്ഥയാണ് മാഷേ അത്. കാരണം എന്താണെന്ന് അറിയാം, ഈ വീഡിയോ വെളി വന്നതിന് ശേഷമുണ്ട് ഈ വേടനെതിരെ ഒരുപാടുണ്ട് ഈ സൈബർ ബുള്ളിങ്. അതുപോലെ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. വേടൻ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ്. അതേ സമയത്ത് ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് എതിർത്തും കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ മനഃപൂർവ്വം വേടനെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ടർ ഇത് നോക്കുന്നത് തന്നെ. ഇപ്പോൾ എല്ലാ മീഡിയ ചാനൽസിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കും, അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഭയങ്കരമായിട്ട് ഓടിക്കുന്നതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. സോ അതിനകത്ത് ഇത് കണക്ക് വേടനെ വന്ന് പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇദ്ദേഹം ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ ഈ കാര്യം പറയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പറയിക്കാൻ വേണ്ടി തന്നെ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അത് മനസ്സിലാക്കാതെ ഉണ്ടെങ്കിൽ വേടൻ ഇതേ കണക്ക് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ വേടൻ സംസാരിച്ചത് ശരിയാണെന്നോ തെറ്റാണെന്നുള്ളതല്ല ഇവിടെ വിഷയം. എന്തായിരുന്നാലും ശരി, ഇതേ കണക്കത്തുള്ള മീഡിയാസിൻ്റെ കയ്യിൽ ചെന്ന് ചാടാനേ പാടില്ല. അവരുണ്ടെങ്കിൽ നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആവശ്യം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം വേറെ ആൾക്കാരെ തേടി പോയിട്ട് അവസാനം അല്ലെങ്കിൽ നമുക്കിട്ട് പണി തരുന്നതായിരിക്കും മെയിനായിട്ട് നടക്കുന്നത്. സോ ഇങ്ങനത്തുള്ള വിഷയങ്ങളിൽ ചെന്ന് തലയിടാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതല്ലാതെ എവരുടെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ ഇവർ കുറച്ച് നേരത്തേക്ക് പബ്ലിസിറ്റി തരുമെന്ന് വിചാരിച്ച് ഇതേകണക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പണി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം എടുത്താൽ തന്നെ ഉണ്ട്. ഈ സുരേഷ് ഗോപി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ശരിയാണുള്ള കാര്യം തന്നെയാണ്. വേടൻ്റെ സ്വഭാവം വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എവിടെ ഒന്ന് വേണമെങ്കിലും പറയാതെ ആൾക്കാരുടെ മുഖമോ അല്ലെങ്കിൽ ആൾക്കാരെന്ത് ചിന്തിക്കുമെന്നൊന്നും നോക്കാറില്ല. കറക്റ്റായിട്ട് തനിക്കെന്ത് തോന്നുന്നു അതെല്ലാം പറയുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ ഇവിടെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന മീഡിയക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് വേടനെ മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ നിന്ന് വെളിവരാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ പറയാനുണ്ടെങ്കിൽ അല്ലാതെ പറയാം. അതല്ലാതെ മീഡിയക്കാരുടെ ഇതേ കണക്കുള്ള ട്രാഫിക് ചെന്ന് അകപ്പെട്ട് ഇതേ കണക്കുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനം വേടൻ്റെ തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.